സ്വത്തിന്റെ പകുതിയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ വിട്ട് കളഞ്ഞേനെ ഞാൻ. അതിനു വേണ്ടിയടി മൂത്തോരുത്തനെ തന്തപ്പടിയിൽ നിന്ന് ആട്ടിയകറ്റി നിർത്തിയിരുന്നു. അയാളെ മാക്സിമം വെറുപ്പിച്ചത് ആ ഒരു ഓഹരി കൂടി എനിക്ക് കിട്ടാൻ വേണ്ടി തന്നെയായിരുന്നു. പക്ഷെ ആ വിധവും പൗലോസ് മുതലാളി മകൾക്ക് വെച്ച് നീട്ടിയപ്പോ എനിക്ക് സഹിച്ചില്ല. എനിക്ക് അവകാശപ്പെട്ടതിന്റെ ഒരു പങ്ക് അവളോട് ഞാൻ മാന്യമായിട്ട് ചോദിച്ചതാ. അപ്പൊ പാപ്പിച്ചായനറിയാതെ അവക്കത് എനിക്ക് തരാൻ പറ്റില്ല പോലും. നേരായ മാർഗത്തിൽ കൈക്കലാക്കാൻ പറ്റിയില്ലെങ്കിൽ വളഞ്ഞ വഴിക്ക് ശ്രമിക്കണം. ആ തന്ത്രം എന്നെ പഠിപ്പിച്ചതേ സാക്ഷാൽ പൂക്കാടൻ പൗലോസ് തന്നെയടി. ഇവിടെ ഞാനും അതൊന്ന് പയറ്റി നോക്കി. ഒരിക്കൽ വിജയിച്ചില്ലെങ്കിൽ വീണ്ടും പയറ്റും. അതിപ്പോ ഇനി ആരെ വേണമെങ്കിലും കൊല്ലും. അതിനുവേണ്ടി അവൾ തന്നെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഏതു വിധേനയും മനസ്സിൽ മോഹിച്ച് നേടിയെടുക്കും ഞാൻ. അതൊന്നേ ഉള്ളൂടി ഈ ബെന്നിച്ചന്റെ ലക്ഷ്യം. അതിനിടയിൽ തടസ്സമായി നിൽക്കുന്നത് ദേ ഞാൻ കിട്ടി ഈ മിന്നാണെങ്കിലും അത് ഞാൻ കണ്ടില്ലെന്ന് അടിക്കും. കേട്ടുടി. നിന്റെ കൈക്കരുത്ത് ആ പാവത്തിന്റെ കാരണത്ത് തല്ലി തീർക്കുവാണോടാ ബെന്നി? പെണ്ണുങ്ങളെ തല്ലിയാണോടാ മോനെ ആണത്തം തെളിയിക്കുന്നത്? ഇയാൾ എന്നത്തിനാ എന്റെ ബെഡ്റൂമിന്റെ വാൾക്കൊന്ന് ഒളിച്ചും പത്തും നിൽക്കുന്നത്? ഞാൻ എന്റെ കെട്ടിയോട് തല്ലിയോ കൊല്ലോ എന്നെ വേണമെങ്കിലും ചെയ്യും. അതിന് ഇയാൾക്ക് എന്നാ നഷ്ടം? അയ്യോ, എനിക്കൊരു നഷ്ടവും ഇല്ല. അതുകൊണ്ടുള്ള നഷ്ടം നിനക്ക് തന്നെയായിരിക്കും. അതനിയെ ഒന്ന് ഓർത്തു വച്ചാ നല്ലത്. ആ നഷ്ടേ ഞാൻ അങ്ങ് സഹിച്ചോളാം. അതോർത്ത് ഇയാൾ അങ്ങനെ വിഷമിക്കണ്ട. ഇവിടെ നിന്ന് ഈ താളം തുള്ളി കളിക്കാതെ പോവാൻ നോക്ക്. അങ്ങനെ അങ്ങ് ധൃതി വെച്ചാലോ സഹോദര? ഏതായാലും ഈ അഭിമുഖ സംഭാഷണം തുടങ്ങിയ സ്ഥിതിക്ക് അതങ്ങ് തീർത്തിട്ട് പോകുന്നതല്ലേ നല്ലത്. അതെ, നിന്റെ കിടക്കറ വാതിൽക്ക് ഒളിഞ്ഞു നോക്കി സീൻ പിടിക്കാൻ വന്നതൊന്നുമല്ല ഞാൻ. നിന്നെ തനിച്ചൊന്ന് കാണാൻ വേണ്ടിയാ വന്നത്. അപ്പോ നീ ആ പാവത്തിനെ തല്ലി തകർക്കുകയാണെന്ന് മനസ്സിലായി. ഒന്ന് ശ്രദ്ധിച്ചപ്പോ അതിന്റെ കാരണവും ഊഹിക്കാൻ പറ്റി. നീ ആ പാവത്തിനെ ഇങ്ങനെ തല്ലിച്ചതക്കേണ്ട കാര്യമൊന്നുമില്ല ബെന്നിച്ച. നീ അവളെ തല്ലിയില്ലേലും ഇതൊന്നും അവൾ ആരോടും പറയാനും പോകുന്നില്ല. കാരണം അതിത്തിരി മനസാക്ഷിയുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് സ്വന്തം ഭർത്താവിന്റെ ഈ ആട്ടിൻ തൊലൊന്നും അവള് വലിച്ചു കയറി ഇവിടെ പൊതുദർശനത്തിനൊന്നും വയ്ക്കാൻ പോകുന്നില്ല. പക്ഷേ മോനെ, ഞാൻ അങ്ങനല്ല കേട്ടോ. വിചാരിക്കുന്നതിലും വേഗത്തിൽ നീ അങ്ങ് തഴച്ചു വളരാൻ തുടങ്ങിയെന്നറിഞ്ഞാൽ, അതുകൊണ്ട് ഈ കുടുംബത്തിൽ ഒരു ജീവൻ നഷ്ടപ്പെടാൻ പോകുന്നെന്ന് അറിഞ്ഞാൽ, പിന്നെ സണ്ണിച്ചന്റെ ഈ കാത്തിരിപ്പ് ഞാൻ അങ്ങ് അവസാനിപ്പിക്കും. ഞാൻ നീ ആരാണെന്ന് ഇവിടെയുള്ള എല്ലാവരെയും ശരിക്കങ്ങ് ബോധ്യപ്പെടുത്തും. അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കാതെ ശരിക്കും സ്വയം നന്നായാൽ നിനക്ക് കൊള്ളാം. ഇയാൾ ആരെയും പേടിപ്പിക്കുന്നത്? എന്നെ എന്നാ ചെയ്യുന്നു താൻ? എന്നാ ഒന്ന് ചെയ്യടോ, കാണട്ടെ ഞാൻ. അധികം അങ്ങ് മൂപ്പിക്കല്ലേ അനിയാ. ഇന്നലെ ഇവിടെ അരങ്ങേറിയ കലാപരിപാടിയിൽ നിന്റെ റോൾ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാ ഞാൻ നിൽക്കുന്നത്. പൂക്കാടൻ പൗലോസിന്റെ സ്വത്തിന് മുന്നിൽ നിനക്ക് അപ്പനും അമ്മയും കൂടപ്പറപ്പുകളും ഒന്നുമല്ലാന്ന് എത്രയോ മുമ്പ് മനസ്സിലാക്കിയവനാ ഞാൻ. പക്ഷേ ആ കളി നീ ഇനിയും തുടരാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അത് നടക്കില്ല ബെന്നിച്ച. അന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, എന്റെ പിന്നിൽ നിഴല് പോലെ ഉണ്ടായിരിക്കും ഞാൻ. ഈ വീട്ടിലെ ഓരോ ജീവനെയും നിന്നിൽ നിന്ന് കാക്കാൻ ഈ സണ്ണിച്ചൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിപ്പുണ്ടാവും കേട്ടോ. നീ പേടിക്കണ്ട. നിന്റെ കെട്ടികളുടെ കൂട്ട് ഞാനും ഇതൊന്നും ആരോടും പറയാൻ പോകുന്നില്ല. എല്ലാവരുടെയും മുമ്പിൽ പൂക്കാടന്റെ കുടുംബസ്നേഹമുള്ള മകനായി തന്നെ നീ തകർത്തങ്ങ് അഭിനയിച്ചോ. പക്ഷേ അതുകൊണ്ട് നിർത്തിയേക്കണം. അല്ലാതെ ഇനിയും നിന്റെ മനസ്സിലുള്ള നശിച്ച ആർത്തിപിശാചിനെ കൂടുറന്ന് വിട്ടാലുണ്ടല്ലോ. മുമ്പ് പറഞ്ഞതൊന്നും മറന്നുപോകരുത് നീ. വിവരം അറിയും.
ഛേ, ഇയാളിത് എവിടെ പോയി കിടക്കുക? ഒരു സമയം പറഞ്ഞ വരത്തുമില്ല കൃത്യമായിട്ട്. അല്ല നീ നേരത്തെ ഇങ്ങ് പോന്നു. ഞാൻ നേരത്തെ വന്നൊന്നുമല്ല, ചേട്ടാ ലേറ്റ് ആയി പോയതാ. സോറി മച്ചു, എനിക്ക് വേളിക്ക് ഒരു ഓട്ടം കിട്ടി. അതൊക്കെ ഓക്കേ. അങ്ങനെ താക്കോലും പറ്റിപ്പോയതാ. ദാ, ഓഫീസ് വിടുന്ന സമയമാ. നല്ല നാല് ഓട്ടം കിട്ടുമെന്ന് കരുതിയാ നേരത്തെ ഇറങ്ങിയത്. അപ്പൊ ദേ ചേട്ടന്റെ വകയുള്ള പാരയും. എന്ന് പറഞ്ഞാൽ നമുക്ക് ഓടണ്ടാ മോനെ. നിനക്കൊന്നുമില്ലല്ലോ, ഒരു ജോലിയെങ്കിലും ഉണ്ട്. നമുക്ക് കുടുംബം പുലർത്താൻ ഇതേ ഉള്ളൂ. നമ്മളും ഒന്ന് പിഴച്ചു പോട്ടറാ. ഓ ശരി, താക്കോല് ദേ ഇരിപ്പുണ്ട്. ഒരു 50 രൂപയ്ക്ക് ഇന്ധനം അടിച്ചിട്ടേക്കണേ. അപ്പൊ അത് ഓസാണല്ലേ? എന്തിനാടാ നീ ഇങ്ങനെ സമ്പാദിച്ചു കൂട്ടുന്നേ? പിന്നെ സമ്പാദ്യം ചുമ്മാ എന്നെ കളിയാക്കാതേട്ടാ. സമ്പാദ്യമൊന്നും ഇല്ലെങ്കിലും കടം വാങ്ങിയാതെ പിഴച്ചു പോയാൽ മതിയായിരുന്നു. നിനക്കെന്താടാ അതിനു വേണ്ടി ചെലവ്? മുമ്പൊക്കെ നീ രാത്രി മാത്രമല്ലേ വണ്ടി ഓടുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ 2 ദിവസമായിട്ട് നീ ഡെയിലി ഓടുന്നുണ്ടല്ലോ. എന്ത് പറ്റി മച്ചു? കാര്യങ്ങളൊക്കെ ഒന്ന് ഓടി പോണ്ടേ ഏട്ടാ. ഇപ്പൊ ഒരു വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കിയാ പോരല്ലോ, 2 വീട് ഓടിക്കണ്ടേ? 2 വീടോ? അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? ഏത് 2 വീട് പോയേട്ടാ? ഞാൻ പറഞ്ഞത് ഇപ്പൊ ഒരു വീട്ടിലായാൽ പോലും 2 വീട്ടിലെ ചെലവല്ലേന്നാ. പാല്, പത്രം, കറണ്ട്, വെള്ളം എല്ലാം കൂടെ മാസം എത്ര രൂപ ആവുന്ന? ഒന്ന് പിടിച്ചു നിക്കണ്ട ഏട്ടാ. ചെല്ല് ചെല്ല്. അതെ, വണ്ടിയിൽ പെട്രോൾ അടിക്കുന്ന കാര്യം മറക്കല്ലേ. അപ്പൊ രാവിലെ കാണാം. അപ്പൊ ശരി. എന്റെ കൃഷ്ണ ഗുരുവരപ്പ, കൈനീട്ടമായിട്ട് നല്ലൊരു കോള് തന്നെ തന്നേക്കണേ വിഘ്നേശ്വര. ഒരു ഒറ്റ ഓട്ടോ പോലും കാണുന്നില്ലോടി. ഒരെണ്ണം വരുന്നുണ്ട്. കോൺവെന്റ് റോഡ്. അപ്പോ കല്യാണം ഉടനെ തന്നെ കാണുമല്ലേടി? ആ, തിരിച്ചു പോകുന്നതിന് മുമ്പ് എൻഗേജ്മെന്റെങ്കിലും നടത്തണമെന്ന് അച്ഛന് ആഗ്രഹമുണ്ട്. ഏതായാലും നിന്നെ ഞാൻ സമ്മതിച്ചു മോളെ. കുടുംബസമേതം ചെറുക്കന്റെ വീട്ടിലേക്ക് പോയി ചെറുക്കൻ കാണൽ നടത്തിയ ലോകത്തിലെ ആദ്യത്തെ പെൺകുട്ടി നീ തന്നെയായിരിക്കും. ഒന്ന് പോടി. ഞാൻ പോലും അവിടെ ചെന്ന് കഴിഞ്ഞിട്ടല്ലേ സംഭവം അറിയുന്നത്. പത്മനാഭസ്വാമിയെ തൊഴാൻ പോണെന്നും പറഞ്ഞോണ്ടല്ലേ അച്ഛൻ എന്നെ കൊണ്ട് പോയത്. അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോ ഒരു ഫ്രണ്ടിനെ കാണാൻ പോണമെന്നും പറഞ്ഞു. അത് അങ്ങോട്ടാണെന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോവില്ലായിരുന്നു. ഇവളുമാരിത് എന്തൊക്കെയാ പറയുന്നത്? ചുമ്മാതിരുന്ന് വളവള പറഞ്ഞോളൂ. പയ്യനെ നിനക്ക് ശരിക്കും ഇഷ്ടമായോടി? ആള് ചുള്ളനാ, പിന്നെ ഇത്തിരി ഓവർ സ്മാർട്ടാ. ഇടിച്ചു കയറി സംസാരിക്കുന്ന ഒരു ടൈപ്പ്. മെഡിക്കൽ റെപ്പുകൾക്കും സെയിൽസ് റെപ്രസെന്റേറ്റീവിനും ഒക്കെ പൊതുവെ ഉള്ളതാണല്ലോ. പിന്നെ മൊത്തത്തിൽ ആള് ഹാൻസമാ, എനിക്കിഷ്ടപ്പെട്ടു. എന്താ അയാളുടെ പേരെന്ന് പറഞ്ഞ്? ശങ്കർ. ശങ്കരോ? മുത്തശ്ശിയും അമ്മയും ഒക്കെ ശംഭൂന്നാ വിളിക്കുന്നെ. എന്താണോ ഇത്? ഒന്നുമില്ല, ഒരു ഗട്ടറിൽ വീണതാ. നോക്കി ഓടിക്കടോ, ഞാനങ്ങ് പേടിച്ചു പോയി. ശരി മാഡം. ഈശ്വര, ഇവളാ? എന്നിട്ട് നീ അയാളുടെ ഫോൺ നമ്പറൊക്കെ മേടിച്ചോ? ഒന്ന് പൊടി. കണ്ട ഉടനെ ചാടിക്കേറി നമ്പറൊക്കെ വാങ്ങുന്നത് മോശമല്ലേ? അയാളാണെങ്കി വന്ന് കയറിയത് മുതൽ വളവളാന്നുള്ള സംസാരമായിരുന്നു. എന്നോട് ഫ്രണ്ട്സിനെയൊക്കെ കൊണ്ട് പോളിസി എടുപ്പിക്കണമെന്ന് പറഞ്ഞിരിക്കുവാ. ഞങ്ങൾ ചെന്നത് എന്തിനാണെന്ന് അറിഞ്ഞപ്പോ ശരിക്കും ചമ്മിട്ടുണ്ടാവും മൂപ്പര്. ഇവിടെ ഒന്ന് നിർത്തോ. ആ കാറിന്റെ സൈഡിലേക്ക്. ഈശ്വരാ, രക്ഷിക്കണേ. എത്രയായി? മീറ്ററിൽ കാണുന്നത് തന്നാ മതി. എത്രയെന്ന് വെച്ചാൽ ഇയാള് പറഞ്ഞാ മതി. 30. 100 രൂപ. ഇന്നത്തോടുകൂടി കളികളെല്ലാം അവസാനിക്കും. ചേഞ്ചില്ലല്ലോ മാഡം. ചേഞ്ചില്ലെന്നാ പറഞ്ഞേ.
ഞാൻ കൊടുക്കാം. 30 അല്ലേ? ദാ. ഓക്കെ മാഡം, താങ്ക് യു. എക്സ്ക്യൂസ് മീ. യെസ്, എന്താ മാഡം? ഇനി എങ്ങോട്ടെങ്കിലും പോണോ? ഏയ് വേണ്ട. അപ്പൊ ശരി. എന്താ? ഏയ് ഒന്നുമില്ല. അയാളെ എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ. നിനക്ക് വെറുതെ തോന്നിയതാവും. വാ. അയ്യോ, അപ്പൊ അത് പ്രശ്നമാവുമല്ലോ ഫീൽഡ് ഓഫീസറെ. ആ കുട്ടി ഇയാളെ കണ്ടു എന്നുള്ള കാര്യം ഉറപ്പാണോ? പിന്നല്ലാതെ കണ്ടു എന്നുള്ള കാര്യം ഷുവറാ. ഇനി എന്നെ മനസ്സിലായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഉള്ളൂ സംശയം. അയ്യോ, കണ്ടെങ്കി പിന്നെ മനസ്സിലാവാതിരിക്കാൻ അതെന്താ കണ്ണുപൊട്ടിയാണോ? താൻ എന്തിനാ ആ സമയത്ത് ഓട്ടോ ഉരുട്ടി അതിന്റെ മുമ്പിൽ ചെന്ന് ചാടാൻ പോയത്? എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ആ വഴിയെ പോയി കഴിഞ്ഞാ ആ കുരിശ് അവിടെ നിൽക്കുന്നു ഞാൻ അറിഞ്ഞു. കണ്ടാലും എന്നെ ആ കോലത്തിന് ആ കുട്ടിക്ക് മനസ്സിലാവുന്നില്ല. ആ ഗെറ്റപ്പില്ലേ എന്നെ പെട്ടെന്ന് അങ്ങനെ ആർക്ക് പിടികിട്ടത്തില്ല. രണ്ട് അപ്പിയറൻസ് അല്ലേ? പിന്നെ അങ്ങനെ ഗെറ്റപ്പ് മാറ്റി മാറ്റി നടക്കാൻ ഇയാളാരാ? മമ്മൂട്ടിയോ കമലഹാസനോ വല്ലതുമാണോ? തന്നെ ഏത് കോലത്തിൽ കണ്ടാലും ഇതുപോലൊക്കെ തന്നെയാ. ഒരുമാതിരി ചളിഞ്ഞ മുഖവും ഇളിഞ്ഞ ചിരി. എന്തോ പറഞ്ഞേ? എന്റെ മുഖവും ചിരിയൊക്കെ കൊള്ളില്ലെങ്കിലേ ഞാനത് സഹിച്ചു. സഹിക്കാനേ പറ്റുള്ളൂ. ആ പെണ്ണിന് ഇയാളെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ കല്യാണം നടന്നത് തന്നെ. നടന്നില്ലേ നടക്കണ്ട. ഒരു മരണം അങ്ങനെ ഒഴിഞ്ഞു പോവുമല്ലോ. ഞാനതിന് ശരിക്കും പറഞ്ഞ ഇന്നാ ഭാഗ്യക്കുറി അടുത്ത് കാണുന്നത്. പിന്നെ നിങ്ങൾ ഈ പറയുന്ന പോലെ അത്ര വലിയ ഗ്ലാമർ ഒന്നും ഞാൻ കണ്ടില്ല. ഡ്രസ്സിന്റെ ഒക്കെ ഒരു പത്രാസേ ഉള്ളൂ. പിന്നെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ആനച്ചന്തം. പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അടുത്ത് കണ്ടപ്പോഴേ എനിക്കത് മനസ്സിലായത്. എന്താ? ആ കുട്ടി പെണ്ണല്ലേ? അതല്ലടോ. അതിനെ എന്നെക്കാൾ പ്രായം കൂടുതലുണ്ടോന്ന് എനിക്കൊരു സംശയം. ചിലപ്പോ എന്നെക്കാൾ മൂത്തതാണെങ്കിലോ? വല്ല ചൊവ്വാദോഷമോ ജാതകദോഷമോ കാരണം കെട്ടുമുടങ്ങി നിന്ന് പോയിട്ടാണോ ആ ബാഹുലേൻ അതിനെ എന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നതെന്ന് എനിക്ക് ബലമായ സംശയമുണ്ട്. ഇല്ലെങ്കിൽ നമ്മളെ തപ്പി ഇങ്ങോട്ട് വരേണ്ട കാര്യം എന്തായാക്ക്? എന്തായാലും എനിക്ക് എന്നെക്കാൾ പ്രായം കൂടിയ ഒരു പെണ്ണിനെ കെട്ടാനൊന്നും പറ്റില്ല. അപ്പൊ പെണ്ണിന്റെ പ്രായമാണ് തന്റെ ഇപ്പോഴത്തെ പ്രശ്നം? പിന്നല്ലാതെ അതെന്നായാലും ഒരു പ്രശ്നം തന്നെയാണല്ലോ. എല്ലാവർക്കും ഇപ്പൊ സച്ചിനെ പോലെ ഒന്നും ചിന്തിക്കാനൊന്നും പറ്റത്തില്ല. എനിക്ക് തന്നെ പോലെ പ്രായം കുറഞ്ഞൊരു പെൺകുട്ടിയെ കെട്ടിയാ മതി. അങ്ങനെയാണെങ്കിൽ കുറച്ചു നാളുകളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. അത് പ്രശ്നമില്ല, വെയിറ്റ് ചെയ്തോളാം. അല്ല, അമ്മാളുന്റെ പഠിത്തമൊക്കെ കഴിയുമ്പോ വേണമെങ്കിൽ നമുക്ക് അവളെ ആലോചിക്കാം. അത്രയും പ്രായക്കുറവ് സാറിന് ബുദ്ധിമുട്ടാവില്ലല്ലോ? അമ്മാളുന്റെ അമ്മയായിരുന്നു കുറുകെ നോക്കാമായിരുന്നു. എന്തായാലും പറഞ്ഞോ? ഒന്നുമില്ലേ, അമ്മയോട് പറഞ്ഞ് പ്രായം ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറയുമായിരുന്നു. ആരുടെ? അമ്മയുടെയോ? ഇവിടെ തന്നെ കൊണ്ട് വലിയ ശല്യമായല്ലോടോ. ഇയാൾ ഇങ്ങനെ കള്ളക്കാരനെ കണ്ടുപിടിച്ച് ഈ കല്യാണത്തിന് തലയുരാൻ കഷ്ടപ്പെടണ്ട. ഫീൽഡ് ഓഫീസറുടെ യഥാർത്ഥ പണി എന്താണെന്ന് പെണ്ണു വീട്ടുകാർക്ക് ബോധ്യമായ സ്ഥിതിക്ക് അവര് തന്നെ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറിക്കോളും. കറക്റ്റ്. അങ്ങനെ സംഭവിക്കണേ എന്നാണ് നിങ്ങളോടൊപ്പം ഞങ്ങളുടെയും പ്രാർത്ഥന. അങ്ങനെ അവരായിട്ട് ഒഴിഞ്ഞു മാറുമെങ്കിൽ എന്റെ കൃഷ്ണ, നിന്റെ മുമ്പിൽ ഞാനൊരു ശയന പ്രദക്ഷിണം നടത്തിയേക്കാം. ശയന പ്രദക്ഷിണം മാത്രം ആക്കണ്ട, തല മൊട്ടയടിച്ചൊരു കാവടിയും കൂടി ആവാം. അപ്പോഴെങ്കിലും ഈ തലയ്ക്കകത്ത് ഇത്തിരി കാറ്റോട്ടം കിട്ടുമല്ലോ. ഇയാൾ ഇത്രയ്ക്ക് മന്ദബുദ്ധിയായി പോയല്ലോ. ഇങ്ങോട്ട് ആലോചിച്ച് വന്ന ഒരു കല്യാണം അവരായിട്ട് വേണ്ടാന്ന് വെക്കുമ്പോ അതിന്റെ കാരണം കൂടി അവര് തന്റെ അമ്മയും അമ്മൂമ്മയെ അറിയിക്കുമല്ലോ. അപ്പൊ അവർക്കും മനസ്സിലാവും കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് നടക്കുന്ന ഈ ഫീൽഡ് ഓഫീസർ തനിക്ക് അച്ചടയാണെന്ന്. മോൻ ഇത്രയും നാളും കള്ളം കാട്ടി കബളിപ്പിക്കായിരുന്നു ആ അമ്മയും മുത്തശ്ശിയൊക്കെ അറിഞ്ഞാലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. അയ്യോ, അത് ശരിയാണല്ലോ. അങ്ങനൊരു ഭാരമുള്ള കാര്യം ഞാൻ ചിന്തിച്ചതേ ഇല്ല. എന്നാ ചിന്തിക്കണം. അതുകൊണ്ട് കല്യാണം കഴിയുന്നത് വരെയെങ്കിലും തന്റെ ആ കൂലിവേഷം എടുത്തൊന്ന് മാറ്റിവെക്കണം. കല്യാണം കഴിഞ്ഞാ പിന്നെ അതിന്റെ ആവശ്യമില്ലല്ലോ. വലിയ ഗൾഫുകാരന്റെ മരുമോനല്ലേ. ഇനി കുറച്ചു നാളത്തേക്ക് ഇയാൾ ആ ഫീൽഡ് ഓഫീസറായിട്ട് നടന്നാട്ടെ. തനിക്കതങ്ങ് പറഞ്ഞാ മതിയല്ലോ. ഇടോ, കഴിഞ്ഞ 2 മാസമായിട്ട് കമ്പനി ശമ്പളം പോലും തന്നിട്ടില്ല. ഓട്ടോ പണിയും വർക്ക് സൈറ്റിലെ പണിയും കൊണ്ടാ കാര്യങ്ങൾ ഒരുവിധം തട്ടിയും മുട്ടിയൊക്കെ അങ്ങ് പോകുന്നത്. ഒന്നല്ല 2 കുടുംബങ്ങളാ ഇപ്പൊ എന്റെ ഈ കുഞ്ഞു തോളിൽ കിടന്ന് തുള്ളി കളിക്കുന്നത്.
അത് തനിക്കറിയാവോ? മാസം പലിശ മാത്രം എത്ര രൂപ ആവുന്ന തന്റെ വിചാരം? എന്താടോ ഇത്? ശരിക്കും ഞാൻ തന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലേ? എനിക്കറിയാം. ഞാൻ എപ്പോഴും അതേപ്പറ്റി ആലോചിക്കാറുമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ ശങ്കർ? അമ്മാള് കൂടെ ഉള്ളതുകൊണ്ട് എനിക്കൊരു ജോലിക്ക് പോലും പോകാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ടല്ലേ എല്ലാത്തിനും ഇയാളെ കൂടി ബുദ്ധിമുട്ടിക്കേണ്ടി വരുന്നത്. ഇയാളെപ്പോ അതിനെപ്പറ്റി കൂടുതലൊന്നും ആലോചിക്കണ്ട. ഇയാൾക്ക് ആലോചിക്കാൻ പറ്റിയൊരു പണി ഞാൻ തരാം. അഥവാ ആ പെങ്കുച്ചിന്റെ പറച്ചിൽ കേട്ട് ബാഹുലേന് എന്റെ ജാതകം തപ്പി ഇറങ്ങിയ കാത്തൂരുക്കൊന്നും അറിയാതെ പിടിച്ചു നിൽക്കാൻ പറ്റിയ ഒരു കള്ളം ആലോചിച്ച് താൻ വെക്ക്. എടാ, എന്റെ കൂട്ടുകിട്ടുണ്ട് തനിക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായെന്ന് ഞാനും കൂടെ ഒന്ന് നോക്കട്ടെടോ. അപ്പൊ ശരി, ഞാൻ പോയിട്ട് നാളെ പാകലാം. ഓക്കേ? പറ്റില്ല ജോസൂട്ടി, നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും എന്റെ തീരുമാനത്തിന് ഒരു മാറ്റം ഉണ്ടാകില്ല. അതിന്റെ കാരണം എനിക്ക് അറിയേണ്ടത്. കല്യാണത്തിന് മുമ്പ് ഈ വീടും പറമ്പും ഇവളുടെ പേരിൽ എഴുതി വെക്കാന്നല്ലേ നിങ്ങൾ രണ്ടാളും പറഞ്ഞത്? അന്ന് പറഞ്ഞതുപോലെ ഒന്നല്ലല്ലോ നീ നിന്റെ വീട്ടുകാരും. നിനക്ക് ഗൾഫിൽ നല്ല ജോലിയാണെന്നും കല്യാണം കഴിഞ്ഞാൽ മടങ്ങിപ്പോവെന്നൊക്കെയാണല്ലോ നീ അന്ന് പറഞ്ഞത്. എന്നിട്ടെന്താ ഒന്നും നടക്കാഞ്ഞത്? അത് പിന്നെ അവന്റെ കമ്പനി പൂട്ടിപ്പോയതിന് അവനെന്ത് ചെയ്യണം? ജോലി ഇല്ലാതെ അവിടെ കിടന്ന് കഷ്ടപ്പെടണമെന്നാണോ നിങ്ങൾ പറയുന്നേ? വേണ്ട, നിങ്ങൾ അങ്ങനെ പൊതിഞ്ഞു കെട്ടി മോനെ അങ്ങനെ നല്ലവളെ ജമയിക്കൊന്നും വേണ്ട. പണ്ടെങ്ങാണ്ടോ ജോലി തണ്ടി ഗൾഫിൽ പോയിട്ടുണ്ടെന്നല്ലാതെ ഏത് കമ്പനിയിലായിരുന്നു ജോലി? വേണ്ട ആലിസേ, ഞങ്ങൾക്ക് പറ്റിയതോ പറ്റി. ഇനി എന്തിനാ അതും ഇതുമൊക്കെ പറഞ്ഞ് പലയിടം കുത്തി മണപ്പിക്കുന്നത്? അതുകൊണ്ട് ഇക്കാര്യം പറഞ്ഞ് ആരും തമ്മി മുഷിയാൻ നിൽക്കണ്ട. അപ്പൊ സ്വത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ രണ്ടാളും തീരുമാനം എടുക്കില്ല എന്നാണോ? അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ ജോസൂട്ടി. അലൻ തിരിച്ചു വരാതെ ഭാഗം വെപ്പിനെ കുറിച്ച് ആരും ഒന്നും പറയണ്ട. അല്ലേ, അത് കൊള്ളാം. നാട്ടു നടപ്പുള്ള കാര്യമാണോ നിങ്ങൾ ഈ പറയുന്നത്? പുറപ്പെട്ടു പോയവൻ ഇനി എന്ന് വരുമെന്നാ നിങ്ങൾ ഈ പറയുന്നേ? അല്ല, ഇനി വരുമോന്ന് തന്നെ എന്താ ഉറപ്പ്? പെണ്ണുപിള്ളെ, അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ ചൂലെടുത്ത് ഞാൻ ആട്ടി ഇറക്കും ഇവിടുന്ന്. തിരിച്ചു വരാതെ എന്റെ മോൻ പിന്നെ എന്നാ ചെയ്യുമെന്ന? അവൻ തിരിച്ചു വരരുതെന്ന് നേർച്ചയും നോയുമ്പോ നേർന്നിരിക്കാൻ നിങ്ങൾ നിങ്ങളുടെ കെട്ടിയോന്ന് എനിക്ക് നന്നായി അറിയാം. പക്ഷേ ആ മോഹം ഇവിടെ നടക്കാൻ പോകുന്നില്ല. കർത്താവ് തമ്പുരാൻ കൊണ്ടുവരും എന്റെ കുഞ്ഞിനെ. അവൻ ഈ അമ്മച്ചിയും പെങ്ങളെയും അപ്പച്ചനെയും ഒന്നും അധികകാലം പിരിഞ്ഞിരിക്കാൻ പറ്റുകയല്ല. സ്വത്തും പണ്ടവും മോഹിച്ച് അവനെ എല്ലാവരും കൂടി പ്രാഗി കൊല്ലാതിരുന്നാ മതി. അമ്മച്ചി, ഞാൻ പറയുന്നതാണോടി കുറ്റം? അവൻ എവിടെയാ എങ്ങനെയാണെന്നറിയാതെ ഓരോ രാത്രി ഇരുട്ട് വെളുപ്പിക്കുന്ന എങ്ങനെയാണെന്ന് എനിക്കേ അറിയൂ. അപ്പോഴാ ഒടുക്കത്തെ ഒരു വീതം വെപ്പും കൊണ്ട് വന്നിരിക്കുന്നേ. ജോസൂട്ടി, കാര്യം ഇവര് നിന്റെ അപ്പനും അമ്മയൊക്കെ ആയിരിക്കും എന്ന് വെച്ച് അവനവന്റെ തലമറന്ന് എണ്ണ തേക്കരുതെന്ന് പറഞ്ഞേക്കണം. എപ്പോഴും എല്ലാവരുടെയും സ്വഭാവം ഒന്നുപോലെ ഇരിക്കുമെന്ന് വരികയല്ല. ബോവിട്ട് വല്ലതും പറഞ്ഞു പോയാ പിന്നെ അത് എല്ലാവർക്കും മോശമായിട്ട് വരും. ജോസൂട്ടി, ഞാൻ എന്റെ തീരുമാനം പറഞ്ഞു കഴിഞ്ഞു. ഇനി സ്വത്ത് ഭാഗം വെച്ച് ഇവളെ ഭർത്താവായി കഴിയാൻ പറ്റുമെന്ന് നിർബന്ധമാണെങ്കിൽ നീ നിന്റെ തന്തയും തള്ളയും വിളിച്ചോണ്ട് വണ്ടി തന്നത്തേക്ക് വെക്കോണം. എന്നേലും എന്റെ മോൻ വരുമ്പോ ഉള്ളതിനനുസരിച്ച് ഭാഗം വെച്ചിട്ട് ഞാൻ അറിയിക്കാം. അപ്പ നീ വന്നാ മതി. അതും പ്രയാസമാണെങ്കിലേ ഇവളെ ബന്ധം കഴിഞ്ഞേരെ. എന്നാലും ഞാൻ പറഞ്ഞതുപോലെ നടക്കൂ. അയാളുടെ പിത്തലാട്ടൊന്നും കേട്ട് നീ തണുത്തേക്കരുത്. ഇതൊക്കെ അവരുടെ അടവാണ് മോനെ. പിടിച്ച് പിടിയാല് നിന്നാ ദേ ഈ വീടും പറമ്പൊക്കെ നിന്റെ കയ്യിലായിരിക്കും. അല്ലെങ്കിൽ ഈ ജന്മം നിനക്കിതൊന്നും കിട്ടാൻ പോണില്ല. അങ്ങേരത് പാടാതെ എഴുതരും. അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാം. മോളുടെ മറ്റേ കാലം കൂടെ ഒടിയുമ്പോ ആ കാരണം അവര് പഠിച്ചോളും.
പാപ്പിച്ചായ എന്നതാ അയാളുടെ ഉദ്ദേശം എനിക്കിപ്പോ ഈ നിമിഷം അറിയണം. എന്നതാടി മോളെ കാര്യം? കാര്യമൊക്കെ ഞാൻ പിന്നെ പറയാം. ആദ്യം അവളോട്, ആ പിശാച് കൂടിയവളോട് ഒന്ന് ഇറങ്ങി വരാൻ പറയും ഇങ്ങോട്ട്. ഞാൻ ചെന്ന് വിളിച്ചപ്പോ ഡോർ തുറക്കാൻ കൂട്ടാക്കുന്നില്ല. ആര് വന്ന് വിളിച്ചാലും തുറക്കരുതെന്ന് ചട്ടം കെട്ടിയിട്ടുണ്ടാവും ഭർത്താവ്. നീ ഇങ്ങനെ വാലും ചേലുമില്ലാതെ സംസാരിക്കാതെ കാര്യം എന്നാന്ന് വെച്ചാ പറയടി. ഇങ്ങനെ ചാടിത്തുള്ളാൻ മാത്രം എന്നതാ ഇവിടെ സംഭവിച്ചത്? ഇവിടെ ഈയിടെയായിട്ട് സംഭവിക്കുന്നതൊന്നും പാപ്പിച്ചായൻ അതിന്റേതായ ഗൗരവത്തിൽ എടുക്കാറില്ലല്ലോ. ആ സൗജന്യം അയാളും അയാളുടെ ഭാര്യയും ഒക്കെ ഇപ്പൊ സൗകര്യപൂർവ്വം മുതലെടുക്കുന്നുണ്ട്. പക്ഷേ ഇത് ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കാനൊന്നും പോകുന്നില്ല. പാപ്പിച്ചായനായിട്ട് ഇതിനൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഞാൻ എന്റേതായ വഴി നോക്കും. അപ്പൊ പിന്നെ ആരും എന്നെ കുറ്റം പറഞ്ഞോണ്ട് വന്നേക്കരുത്. നിർത്ത്. ഒന്നുകിൽ നീ കാര്യം എന്താന്ന് വെച്ചാൽ തെളിച്ചു പറ, അല്ലെങ്കിൽ നീ തോന്നിയതുപോലെ എന്നാന്ന് വെച്ചാൽ ചെയ്. അല്ലാതെ ഞാനിപ്പോ എന്നാ ചെയ്യാനാ? കാര്യം ഞാൻ പറയാം. 2 ദിവസം മുൻപ് അയാൾ എന്റെ മുറിയിൽ കയറി എന്നെ കൊല്ലാൻ നോക്കി. അത് നടക്കാതെ വന്നപ്പോ എന്റെ ഫ്രണ്ടിനോടായി അയാളുടെ പകവീട്ടൽ.